ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയെക്കുറിച്ച് ഇവിടെ യതീന്ദ്രൻ ഇങ്ങനെ സൂര്യയോട് പറയാണ് കേട്ടോ. നന്ദിനി എന്ന പെണ്ണിന് നിൻ്റെ ജീവിതത്തിലോട്ട് വന്നതിന് ശേഷം വലിയൊരു മാറ്റമാണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. നീ ഇപ്പോൾ മദ്യപിക്കുന്നില്ല, അതാണ് വലിയ മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എൻ്റെ മോൻ കുടിക്കില്ലല്ലോ, അതാണ് എൻ്റെ മനസ്സിന് സമാധാനം എന്നൊക്കെ പറയുമ്പോൾ യതീന്ദ്രനോട് ഇവിടെ സൂര്യ പറയാണ്, ഡാഡി, നന്ദിനി എൻ്റെ ജീവിതത്തിൽ വന്നതിൽ എനിക്ക് വലിയ മാറ്റം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പല കാണാത്തതും എനിക്ക് കണ്ണ് തുറന്ന് കാണിച്ചു തന്ന നന്ദിനിയാണ്. പല കാഴ്ചകൾക്കും അതിൻ്റേതായ വർണ്ണങ്ങളുണ്ടെന്ന് തെളിയിച്ചു തന്ന നന്ദിനിയാണ്. അതൊക്കെ ശരി തന്നെ. പക്ഷേ മദ്യപിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഡാഡി ഞാൻ മദ്യപിക്കില്ല എന്ന് പറയുന്നത്? മോനെ, എത്ര ദിവസമായി ഇപ്പോൾ നീ മദ്യപിച്ചിട്ട്? നിന്നെക്കൊണ്ട് ഇനി മദ്യപിക്കാൻ കഴിയില്ല, നീ അങ്ങനെയാണ്, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡാഡി, അതൊരിക്കലും ഒരാൾക്കും പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഡാഡിയോട് ഇപ്പോൾ രാവിലെ എണീച്ചാൽ ഒരു കോഫി, ഡാഡി രാവിലെ എണീറ്റ പാടെ ഒരു കോഫിയും അതുപോലെ തന്നെ പത്രവും, ഇത് സ്ഥിരം ചെയ്യുന്ന പരിപാടിയല്ലേ. ഡാഡി ഇത് നിർത്തിവെക്കാൻ പറഞ്ഞാൽ ഡാഡിക്കത് കഴിയുമോ? ഇല്ലല്ലോ. ആര് എന്ത് എത്ര തവണ പറഞ്ഞാലും ഡാഡിക്കത് കഴിയില്ലല്ലോ. ഇല്ലല്ലോ എന്ന് ഡാഡി പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണം, അത് തന്നെ ഡാഡിക്ക് കഴിയില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ എനിക്കിത് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ദിവസങ്ങൾ എത്തുമ്പോൾ എനിക്കിത് ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ ഞാനെന്താ ചെയ്യുക? കുടിക്കും. അതിനിപ്പോൾ ഡാഡി ഞാനിപ്പോൾ ഉറപ്പ് പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാതെ ഒന്നും ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ യതീന്ദ്രനെ. അപ്പോൾ യതീന്ദ്രൻ പറയണം, മോനെ, നിന്നെ നന്ദിനി നല്ലൊരു ആളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും ഇനി മദ്യപിക്കില്ല എന്നുള്ള ഉറപ്പും എനിക്കുണ്ട്. ആ ഉറപ്പ് എൻ്റെ മുന്നിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്ന് എനിക്ക് പ്രതീക്ഷയും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സൂര്യ പറയണം, ശരി, ഡാഡിയുടെ വിശ്വാസം തെറ്റിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ റൂമിലോട്ട് പോവാണ് കേട്ടോ. ഈ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യയുടെ ഷർട്ട് ഇട്ടിട്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് ഓരോന്നും ഇങ്ങനെ തൻ്റെ മനസാക്ഷിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഈ സമയം സൂര്യയാണെങ്കിലോ ഈ ഡോറിൻ്റെ ആ ഒരു പടി എത്തുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ് കേട്ടോ. നന്ദിനിയും നന്ദിനിയുടെ മനസാക്ഷിയും കൂടിയിട്ട്. ഇപ്പോൾ നന്ദിനി തന്നെയാണ് സംസാരിക്കുന്നത്, നന്ദിനി തന്നെയാണ് സൂര്യയുടെ മനസാക്ഷിയായി മാറുന്നത് കേട്ടോ. അങ്ങനെ നന്ദിനി പറയുകയാണ്, ഞാനൊരു കാര്യം പറയട്ടെ സൂര്യ സാറ് എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിന്നെ എനിക്കൊരുപാട് വ്യത്യാസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. സൂര്യ സാറിനും അങ്ങനെ തന്നെയല്ലേ? ഞാൻ സൂര്യ സാറിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാര്യം എന്ത് പറയുകയാണെങ്കിൽ, എല്ലാവർക്കും മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളൊരു ജീവിതമാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾക്കിടയിൽ റൂമിനുള്ളിൽ രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യ സാറ് എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, സാറിന് ഇഷ്ടമുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ളത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ഇനി എല്ലാം ചെയ്യുക, സാറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ സാറിൻ്റെ മുഖത്ത് നോക്കി പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ കണ്ണുപൊത്തി നിൽക്കാം, സാർ എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് കണ്ണുപൊത്തി നിൽക്കണം കേട്ടോ. ആ സമയമാണ് സൂര്യ പതിയെ നന്ദിനിയുടെ മുന്നിലോട്ട് കടന്നു വരുന്നത്. അതെ, ഞാൻ എൻ്റെ മുഖത്ത് നോക്കി എന്തെന്നാ പറയേണ്ടത്, എന്തിനെക്കുറിച്ചാണ് ഇഷ്ടം പറയേണ്ടത്? അപ്പോൾ ഈ സമയം അയ്യോ, ഞാൻ മനസാക്ഷിയായി, സൂര്യ സാറിൻ്റെ മനസാക്ഷിയായി ഞാൻ സംസാരിച്ചില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു സംസാരം, അതാരാ സംസാരിക്കുന്നത്? ആടോ, മനസാക്ഷിയായി നീ സംസാരിച്ചില്ലെങ്കിൽ നിൻ്റെ സൂര്യ സാറ് നിൻ്റെ മുന്നിൽ വന്ന് പറയാമെന്നങ്ങ് നീ കരുതിക്കോ. ഞാൻ നിൻ്റെ ആരായി മാറാനാണ് നീ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ ഞാനങ്ങ് മാറിക്കോളാടോ. നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്താ അറിയേണ്ടത്? അയ്യോ, ഇതിപ്പോൾ ആരാ എന്നോട് സൂര്യ സാറിൻ്റെ ശബ്ദത്തിൽ ആരാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് നന്ദിനി തൻ്റെ മുഖത്തുള്ള ആ കൈകൾ അങ്ങ് മാറ്റുമ്പോൾ തൻ്റെ മുന്നിൽ സൂര്യ നിൽക്കുന്നു. അയ്യോ, പറയാനില്ല, ചമ്മൽ കൊണ്ട് ആകെ ചമ്മിപ്പോവുകയാണ് നന്ദിനി തലകുനിച്ച് നിൽക്കണം കേട്ടോ. ഈശ്വരാ, ഞാനിനി എങ്ങനെ സൂര്യ സാറിൻ്റെ മുഖത്തോട്ട് നോക്കും? നാണം കൊണ്ട് എനിക്ക് തലപൊന്തിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ അവസ്ഥയോട് കൂടിയിട്ട് നന്ദിനി ഇങ്ങനെ തല താഴ്ത്തി നിൽക്കണം കേട്ടോ. അപ്പോൾ സൂര്യ ഇങ്ങനെ പതിയെ, അയ്യോ, ഇതിപ്പോൾ എന്ത് കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്? ഇതെന്താടോ താൻ എൻ്റെ ഷർട്ട് ഇട്ടിരിക്കുന്നത്? എൻ്റെ ഷർട്ടാണല്ലോ താൻ ഇട്ടിരിക്കുന്നത്. അയ്യോ, അതും പോയി, അതും കണ്ടു. അയ്യോ, ഞാൻ സൂര്യ സാറിൻ്റെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും? എന്തെന്നാ നന്ദിനി പെറുപിറ പറയുമ്പോൾ സൂര്യ പറയണേ, നീ എന്താടോ പറയുന്നത്? പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറ, നിനക്കറിയാനുള്ളത് എന്താ വെച്ചെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി അവിടെ നിന്ന് ഇങ്ങനെ
പരിങ്ങാണ് കേട്ടോ. അല്ല നീ എൻ്റെ ഷർട്ടാണല്ലോ ഇട്ടുന്നത്. അത് എങ്ങനെയാണാവോ സാറിൻ്റെ ഷർട്ട് എൻ്റെ ദേഹത്തോട്ട് വന്നത്. സാറിൻ സോറി, ഞാനത് അഴിച്ചിടാം. വേണ്ട, ഇന്ന് നീ ഇത് ഇട്ടോ. നിനക്ക് കുറിച്ച് കഴിഞ്ഞാൽ ഇനിയും കുളിര് വരും, നിനക്ക് തണുക്കും. നീ ഇന്നലെ രാത്രി എന്നോട് അതാണല്ലോ പറഞ്ഞത്, തണുക്കുന്നത്. അതുകൊണ്ട് നിനക്ക് തണുക്കണ്ട, നീ ആ ഷർട്ടിട്ട് ഇനി നടന്നോ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അത് കേട്ടോടെ തന്നെ നന്ദിനി, അയ്യോ സാറേ ഞാനത് അഴിച്ചുതരാം. അത് വേണ്ടെന്നല്ലേ നന്ദിനി ഞാൻ പറഞ്ഞത്, നീ അത് ഇട്ട് നടന്നോളൂ എന്ന് പറയണ കേട്ടോ. എന്നിട്ട് നന്ദിനിയോട് പറയണേ, നീ ഒരു കോഫി എടുത്തിട്ട് വായോ എനിക്ക് എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. ആ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇന്ദ്രജ, വേദ, അതുപോലെ പത്മ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വിജയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇന്ദ്രജയും വേദയൊക്കെ ഇരുന്ന് പറയണം, എന്തായാലും അവൾ ഒരു ഉഗ്രം പണിയാണ് നമുക്കിട്ട് തന്നത്, അവളങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല, അവൾക്ക് തിരിച്ചടിയായി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പത്മ പറയണേ, ഞാൻ അവൾക്ക് എൻ്റെ വീട്ടിൽ മരുമകൾ എന്ന പദവിയല്ല അവൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നു, അത് ഇല്ലാതാക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ ഓഫീസിലോട്ട് പോട്ടെ. അപ്പോൾ ഉടൻ തന്നെ വിജയ് പെൺശബ്ദത്തിൽ പറയാണ്, നന്ദിനിയോട് കളിച്ചാൽ എന്നും നമ്മളാണ് തോൽക്കാറ്, തോൽവി നമുക്ക് തന്നെ, അപ്പോൾ അതുകൊണ്ട് ആരും കളിക്കാൻ നിൽക്കേണ്ട എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം വിജയ് നീ ഒന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ വിജയ് വാ നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവർ കാണുന്ന കാഴ്ച, ഈശ്വര, സൂര്യയുടെ ഷർട്ടിട്ട് നന്ദിനി പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നന്ദിനി പോകുന്നത് കാണുന്ന വിജയ് ഇന്ദ്രജ അങ്ങോട്ട് നോക്കി, എന്താണ് അങ്ങോട്ട് നോക്കി എന്ന് പറയണേ. അപ്പം നന്ദിനി ഇറങ്ങി പോകുന്നതാ. അത് കണ്ടോടെ തന്നെ, നിങ്ങൾ എന്തിനാ അവൾ പോകുന്നത്, അതല്ല നീ അങ്ങ് നോക്ക്, സൂര്യയുടെ ഷർട്ടിട്ടിട്ടാണ് അവൾ ഈ വീട്ടിൽ നടക്കുന്നത്. അപ്പോഴേക്കും അത് വേദയും കാണും കേട്ടോ. ചേച്ചി ശരിയാണ് അളിയൻ പറയുന്നത്, ഇത് കണ്ടോ, നമ്മുടെ ഏട്ടൻ്റെ ഷർട്ട് ഇട്ടിട്ട് അവൾ എല്ലാവർക്കും മുന്നിൽ നടക്കുന്നു, അവൾക്ക് യാതൊരു വിലയില്ല. അപ്പോഴേക്കും ഓടിച്ചെന്ന് പത്മയോട് ഇക്കാര്യം പറയാൻ വേണ്ടി വിജയ് ഓടിച്ചെല്ലാണ് കേട്ടോ. അങ്ങനെ പത്മയോട് ചെന്ന് പറയാണ്. ഇതേ സമയം പത്മയും ഉടൻ തന്നെ യതീന്ദ്രനും ഒക്കെ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുമോ. മമ്മി വന്ന് അവൾക്ക് ആരെയും വിലയില്ലാതായി പോയിരിക്കുന്നു, ഏട്ടൻ്റെ ഷർട്ട് ഇട്ടിട്ട് അവൾ തന്നിഷ്ടത്തിന് ഈ വീട്ടിൽ നടക്കുന്നത് കണ്ടോ, ഈ വീട്ടിൽ മറ്റുള്ളവരുണ്ടെന്നുള്ള ഒരു തോന്നൽ പോലും അവൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരം തുടരാണ് കേട്ടോ. അപ്പോഴേക്ക് യതീന്ദ്രൻ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതെ, കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ അവൾ വേറെന്തോ ഇവിടെ കാട്ടിക്കൂട്ടി, ഇനിയിപ്പോൾ ഇത് അവൾ സൂര്യയുടെ ഷർട്ടിട്ട് ഇവിടെ നടക്കുന്നു, ഇതങ്ങനെ വകവെച്ച് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ കാണാം സൂര്യ ഡ്രസ്സൊക്കെ മാറി താഴോട്ട് വരുന്ന കേട്ടോ. അപ്പോൾ സൂര്യ നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ സൂര്യ ഇവരുടെ സംസാരം പാതി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സമയം ഡാഡി എന്താ ഇവിടെ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്, അത് പിന്നെ എന്ന് പറഞ്ഞ് അങ്ങ് പരിങ്ങുമ്പോൾ ഉടൻ തന്നെ പറയാണ്, അതെ ഒത്തുകൂടിയിരിക്കുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരം തുടരുമ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് ചായയുമായി വരികയാണ് കേട്ടോ. അപ്പോൾ കോഫി ഇതാ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ, എടി നീ എന്താടി ഇവിടെ മറ്റുള്ളവർ താമസിക്കുന്നുണ്ടെന്നുള്ള തോന്നലൊന്നും നിന്നില്ലേ, നീ എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്, എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ എൻ്റെ വേറെ മക്കളുടെ മുന്നിൽ വെച്ച് ഈ തരം കോപ്രായങ്ങൾ ഇവിടെ കാട്ടണ്ട, എന്താടി കാണിച്ചിരിക്കുന്നത്, നിനക്ക് നിൻ്റെ വേഷം ഇട്ടാൽ പോരെ, നീ എന്തിനാ സൂര്യയുടെ ഷർട്ട് ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ മുന്നിൽ വെച്ചിട്ട് വഴക്ക് പറയാൻ കേട്ടോ പത്മ. അത് കേട്ട ഉടൻ തന്നെ സൂര്യ ചോദിക്കുക, അല്ല നിങ്ങൾക്കിപ്പോൾ എന്താ കുഴപ്പം, എൻ്റെ ഷർട്ട് അവൾ ഇട്ടു എന്ന് കരുതി എൻ്റെ ഭാര്യ എൻ്റെ ഷർട്ട് ഇട്ടേ നിങ്ങൾക്ക് എന്താ പ്രശ്നം, അവൾ എൻ്റെ ഷർട്ടോ എൻ്റെ പാൻറ്റോ എന്താണെന്ന് വെച്ചാൽ അവൾ ഇട്ടോട്ടെ, നിങ്ങൾക്കതിലെന്താ നഷ്ടം. അത് കേൾക്കുന്ന യതീന്ദ്രന് ചിരി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ഉടൻ തന്നെ വിജയ് പറയണേ, ഞാൻ പറഞ്ഞില്ലേ അവൾ ഈ വീട്ടിൽ സ്ഥാനം ഏറ്റെടുക്കാൻ പലതും ചെയ്യും ഇന്ദ്രജയെന്ന്, ഇപ്പം എന്താ ഉണ്ടായത്. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, അങ്ങനെ നിൻ്റെ ഭാര്യ നിൻ്റെ ഷർട്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല, എന്താ നടന്നാൽ കുഴപ്പം, അവൾ നിങ്ങൾക്ക് മുന്നിൽ ശരീരമൊന്നും കാണിക്കുന്നില്ലല്ലോ, ഇനിയിപ്പോൾ ഈ വീട്ടിൽ അവളുടെ സാരി അവളിപ്പോൾ അങ്ങനെ ഇട്ടിച്ച് നിങ്ങൾക്ക് എന്താ കുഴപ്പം. അത് കേട്ടോടെ തന്നെ പത്മ പറയണേ, എന്നാൽ നീ അവളുടെ സാരി നാളെ എടുത്തു നടക്കുമോ, എന്താ സംശയം, എനിക്കങ്ങനെ തോന്നിയാൽ ഞാൻ അവളുടെ സാരി എടുത്തു നടക്കും. അപ്പോഴേക്കും നന്ദിനി നീ ഇങ്ങ് വന്നേ, രാജുവേട്ടൻ ഇവിടെ വന്നേ എന്ന് പറയണേ, ആ കോഫി കയ്യിൽ കൊടുത്തിട്ട് നന്ദിനി നീ വേഗം വാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയെയും കൊണ്ട് മുകളിലോട്ട് പോവാണ്. എന്നാൽ ഈ സമയം വന്ന് ഈ വീട്ടിൽ അവൾക്ക് എന്ത് ചെയ്യാന്നുള്ള തോന്നലായിരിക്കുന്നു, എൻ്റെ അടുത്ത് നടക്കില്ല, ഇവിടെ അധികം നേരം നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഉടൻ തന്നെ വിജയ് പറയാണ് ഇന്ദ്രജിയോട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവളെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും തോറും അവൾ ഈ വീട്ടിലെ എല്ലാമാണെന്ന് കാണിച്ചു കൊണ്ടിരിക്കും എന്ന് പറയാണ്. ഇതേ സമയം നിങ്ങളിങ്ങ് വന്നേ, നിങ്ങളുടെ ഈ പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന മനുഷ്യന് ദേഷ്യം പിടിക്കുന്നതെന്ന് പറഞ്ഞ്
ഇന്ദ്രജ് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ രാജു ആണെങ്കിലോ ആ കാപ്പിയുടെ ഗ്ലാസ് ഇങ്ങനെ കഴുകി വെക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ കാണാം ഒരാളിങ്ങനെ സാരി എടുത്ത് ഇങ്ങനെ സ്റ്റെപ്പിൽ ഇറങ്ങി വരുന്നത് കേട്ടോ. നോക്കുമ്പോൾ കാണാം അത് സൂര്യയായിരിക്കും. സൂര്യ നന്ദിനിയുടെ സാരി എടുത്ത് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് രാജു. രാജു ആകെ വാ പൊളിച്ച് ഹോളിലോട്ട് വരുന്നത് കണ്ട് വേദ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്ത് വരിക. അപ്പോൾ വേദയും ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴേക്കും പത്മ ഓഫീസിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. പത്മ കാണുന്ന കാഴ്ച തൻ്റെ മകനോട് താൻ ചോദിച്ച ചോദ്യം അതങ്ങ് കണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും ഇന്ദ്രജയും വേദയും വിജയും ഒക്കെ അങ്ങോട്ടേക്ക് എത്തണം. അപ്പോൾ അളിയ എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് വിളിക്കുമ്പോൾ ഹായ് അടിപൊളിയായിട്ടുണ്ട് അളിയ, എന്നാൽ നമുക്കൊരു ഡാൻസ് ആയാലോ എന്ന് പറഞ്ഞിട്ട് വിജയും അതുപോലെ സൂര്യയും കൂടി ഒന്നൊന്നര ഡാൻസ് കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. സൂര്യയുടെ ആ കോപ്രായങ്ങൾ കണ്ട് യതീന്ദ്രനെ ചിരിയടക്കാൻ കഴിയുന്നില്ല. പത്മക്ക് മുഖത്തടിക്കുന്നത് പോലെ അത്രയും വലിയൊരു തിരിച്ചടിയാണ് സൂര്യ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് നെക്സ്റ്റ് വരാനിരിക്കുന്നത്.